കേവലം 40 വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പണിത ദേവാലയമാണ്. ഇപ്പോൾ 128ഓളം കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരുടെയും വലിയ അധ്വാനത്തിൻ്റെയും വേർപ്പിൻ്റെയും ഒക്കെ തന്നെ ഭാഗമാണ് ഈ ഒരു ദേവാലയം എന്നുള്ളത്. പള്ളി പണിയുന്നതോടനുബന്ധിച്ച് തന്നെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട്, അതിന് ഒരു വീട് പണിക്ക് എങ്ങനെയെങ്കിലും സഹായിക്കണം. കർക്കിടക ലേഹ്യമുണ്ടാക്കി വിറ്റും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റും പുതിയൊരു ദേവാലയം നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തുകയാണ് തലശ്ശേരി അതിരൂപതയിലെ നെടുവാലൂർ ഇടവക. ഭൂരിപക്ഷവും കൂലിപ്പണിക്കാരായ 128 വീട്ടുകാർ മാത്രമാണ് ഈ ഇടവകയിലുള്ളത്. അരനൂറ്റാണ്ട് മുൻപേ നിർമ്മിച്ച ദേവാലയം ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലായതോടെയാണ് പുതിയൊരു ദേവാലയത്തെപ്പറ്റി ചിന്തിച്ചത്. പുതിയൊരു ദേവാലയത്തിനൊപ്പം ഇടവകയിലെ പാവപ്പെട്ട വ്യക്തിക്ക് വീടും നിർമ്മിച്ചു നൽകി മാതൃകയാവുകയാണ് ഈ സമൂഹം. ആലയം ഉയർത്തി, ദേവാലയം ഉയർത്തി, ആലയം ഉയർത്തി, ദേവാലയം ഉയർത്തി, ആൾത്താര ഞങ്ങളൊരുക്കി, യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ ഇവിടെ, യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ ഇവിടെ. ഞാൻ ഫാദർ പോൾ എടത്തിനകത്ത്, നെടുവാലൂർ സെൻറ്റ് ജോസഫ് ഇടവകയിലെ വികാരിയച്ഛനാണ്. തലശ്ശേരി അതിരൂപതയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള ഇടവ ദേവാലയമാണ് നെടുവാലൂർ സെൻറ്റ് ജോസഫ് ഇടവ ദേവാലയം. ഇവിടെ ഏകദേശം 128 കുടുംബങ്ങളാണ് ഉള്ളത്. ഈ ഇടവകയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് പുതിയൊരു ദേവാലയം പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമുള്ള ഇടവകയാണ് ഈ ഇടവക. കൂലിപ്പണിക്കാരും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പണമേഖലയിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇടവകയിലുള്ളത്. കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള ദേവാലയം അത് ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞ ഒരു ദേവാലയമാണ്. അതിലെ ഭിത്തികളും അതുപോലെ തന്നെ ഫുള്ളെല്ലാം ചോർന്നൊലിച്ച് ആകെ മൊത്തം ഏറ്റവും ദാരിദ്ര്യമായി പിടിച്ച ഒരവസ്ഥയിലാണുള്ളത്. അപ്രകാരം ഈ ദേവാലയം പുതുക്കി പണിയണമെന്ന് എല്ലാവർക്കും വലിയ ആഗ്രഹവും, അതുപോലെ അതിന് വളരെ ശോചനീയാവസ്ഥയിലായതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് പുതിയതായിട്ട് പണിയണം, എല്ലാവർക്കും ഇരിക്കുവാനും അതുപോലെ തന്നെ നിൽക്കാനൊക്കെ ആയിട്ടുള്ള പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ദേവാലയം പണിതുയർത്തണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹത്താലാണ് പുതിയൊരു ദേവാലയത്തിൻ്റെ പണികൾ തുടങ്ങിയത്. നമ്മുടെ ഇപ്പോഴത്തെ പള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. ചോർന്നൊഴുകുന്ന ഭിത്തിയും പൊട്ടിപ്പൊളിഞ്ഞ സീലിങ്ങും അതിൻ്റെ ഇടയിലൂടെ കടന്നു വരുന്ന ആളുകളും വിസ്തബലി അർപ്പിക്കാനുള്ള അവരുടെ തീഷ്ണത കാണേണ്ടതാണ്. അതുപോലെ തന്നെ പുറകുവശത്ത് ഒത്തിരി ചോർന്നൊഴുകുന്നതുകൊണ്ട് അവിടെ തന്നെ ആളുകളിരുന്ന് വിസ്തബലി അർപ്പിക്കാൻ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് നമുക്കൊരു പള്ളി വേണം എന്നത്. ഇടവകയുടെ കൂട്ടായ്മ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് പങ്കുചേരാം. ഞങ്ങൾക്ക് പള്ളിയിൽ ഒത്തിരി ആർഭാടമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു അത്യാവശ്യമാണ്. മഴക്കാലമായാൽ കാല് പോലും നിലത്ത് കുത്താൻ മേലാത്ത രീതിയിൽ കാലൊക്കെ വളരെ ശോചനീയാവസ്ഥയിൽ ഞങ്ങൾ നനഞ്ഞ്, ഞങ്ങൾക്കിപ്പോൾ ഫ്രണ്ടിൽ ഞങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു എന്നുള്ളതിനൊന്നും ഒരു വിഷയമൊന്നുമല്ല. നടുക്ക് ഒക്കെ കയറി ഇരുന്നാലും ആർക്കും ഒരു വിഷയമില്ല. കാരണം അവിടെ ഇരിക്കാൻ ആർക്കും ഇടയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അച്ഛനും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ നടുക്ക് എവിടെയാണ് ഉണങ്ങിയ സ്ഥലമുള്ളത് നോക്കി കയറി വന്ന് നടുക്കൊക്കെയാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. വളരെ ശോചനീയാവസ്ഥയാണ്. കേവലം 40 വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പണിത ദേവാലയമാണ്. ഇപ്പോൾ 128ഓളം കുടുംബാംഗങ്ങളുണ്ട്. ഈ ദേവാലയത്തിലെ ഇടവകങ്ങളായിട്ടുള്ളവരെല്ലാവരും തന്നെ ചെങ്കല്ല് മേഖലയിൽ ജോലിയെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും അവിടെ ജോലി ചെയ്യുന്നവരും, എന്നാൽ മഴക്കാലമൊക്കെ വരുമ്പോൾ
പണിയൊന്നും ഇല്ലാതെ തീർത്തും ദാരിദ്ര്യാവസ്ഥയിലുള്ളവരൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരായി ഓരോ ദിവസവും കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളുകൾ കൂടുതലായിട്ടുള്ള ഭൂരിഭാഗമുള്ള ഇടവകയിൽ ദേവാലയം പണിതുയർത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നിലവിൽ പണിയൊക്കെ നിർത്തിവെച്ച് ഫണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമാഹരിക്കാനായിട്ടുള്ള പരിപാടിയിലൊക്കെ അതുപോലെ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങളിലൊക്കെയാണ് ഉള്ളത്. പ്രകാരം 2 വർഷങ്ങൾ പൂർത്തിയായി. ഇപ്പം പണിയൊക്കെ ഏകദേശം പകുതിയോളമായി. ഇനി ബാക്കി പണികളൊക്കെ നടത്തണം. അപ്പോൾ അതിനോട് ഫണ്ട് സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാതൃവേദി അമ്മമാരുടെ നേതൃത്വത്തിൽ കർക്കിടക ലേഹ്യത്തിൻ്റെ നിർമ്മാണമൊക്കെ ആരംഭിച്ചത്. പള്ളി പണിയുമായി ബന്ധപ്പെട്ട് കർക്കിടക ലേഹ്യം ഉണ്ടാക്കുകയും പള്ളിയുടെ ആനവാതിൽ എന്ന ആഗ്രഹത്തോടു കൂടി ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ കർക്കിടക ലേഹ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ആദ്യം ആനവാതിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ പള്ളിക്ക് വേണ്ടി തടിപ്പണിക്കുള്ള പൈസ മുഴുവൻ സ്പോൺസർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ 1000-ൽ പരം കിലോ ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു. ഇനിയും ഓർഡറുകൾ വന്നാൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇനി താല്പര്യവും സന്തോഷമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു പള്ളി, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ കർക്കിടക മരുന്ന് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഇടവകയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ, ഈ 128 കുടുംബങ്ങളും വളരെ ആത്മാർത്ഥമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഫുൾ സപ്പോർട്ടോടെയാണ് ഞങ്ങളിവിടെ വരുന്നത്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ യുവജനങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെല്ലാം ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നൽകുന്നത്. അവരെല്ലാവരും അവരാൽ കഴിയുന്ന വിധത്തിൽ ഞങ്ങളെ സഹായിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തു തരികയും ഒരുപാട് അധ്വാനിക്കുകയും ചെയ്യുന്നു ഈ ഒരു ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി. മനസ്സിന്റെ ഭാരങ്ങളെല്ലാം മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും അലിവിന്റെ നിറരൂപമല്ലേ, എന്നെ ഞാനിന്നിതാ നിന്റെ പൊൻകൈകളിൽ ഇന്നു നൽകുന്നിതാ വന്നു വാഴേണമേ, ഒരു വാക്കിൻ്റെ ദയ ഞാൻ കൊതിപ്പൂ. ഈ കർക്കിടക മാസത്തിൽ രോഗങ്ങളും പകർച്ചവ്യാധികളും വ്യാപകമാണ്. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധശേഷി ഉണ്ടെങ്കിൽ 80% വരെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഇപ്പോൾ പ്രതിരോധശേഷി നേടുവാനുള്ള ഒരു അന്തിമ ഇതാണ് കർക്കിടക ലേഹ്യം. നമ്മുടെ കർക്കിടക ലേഹ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ആരംഭിക്കുന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ്, അവസാനിപ്പിക്കുന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ. ഒരുപാട് പ്രാർത്ഥനയും ജപമാലയും ചൊല്ലി അവിടെ ഞങ്ങൾ കാത്തിരിക്കും ഇത് ഇളക്കി ചെയ്യുന്നിടം വരെ. മരുന്ന് അടുപ്പത്ത് വെക്കുന്നത് മുതൽ ഇറക്കി വെക്കുന്നത് വരെ ഞങ്ങൾ മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുക്കിയാണ് ഈ മരുന്ന് തയ്യാറാക്കുന്നത്. അതിനാൽ ഈ മരുന്ന് ഒരു ശങ്കയ്ക്കും ഇടയില്ലാതെ എല്ലാവർക്കും പ്രായഭേദമന്യേ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ആത്മാവിൻ്റെ ഭോജനവുമായി ഈ മരുന്ന് കഴിക്കാമെന്ന പ്രത്യാശയിലാണ് ഞങ്ങളിത് വിതരണം നടത്തുന്നത്. ഇതിന് അടങ്ങിയിരിക്കുന്ന മരുന്നുകൾ ഏകദേശം 38 എണ്ണത്തോളം ഉണ്ട്. 5 കിലോയുടെ കൂട്ട് രാവിലെ 9 മണിക്ക് തേങ്ങ ചിരവി പാല് പിഴിഞ്ഞ് ചുക്കുവെള്ളവും ചേർത്ത് മരുന്നുകളെല്ലാം വലിയ ചെമ്പിനകത്ത് കട്ടകളെല്ലാം ഉടച്ച് വെള്ള രൂപത്തിലാക്കി ശക്തമായ തീയിൽ തിളപ്പിച്ച് ഏകദേശം 8-9 മണിക്കൂർ നേരത്തോളം ഇളക്കി വറ്റിച്ചാണ് ലേഹ്യം നിർമ്മിക്കുന്നത്. എല്ലാവരുടെയും വലിയ അധ്വാനത്തിൻ്റെയും വേർപ്പിൻ്റെയും ഒക്കെ തന്നെ ഭാഗമാണ് ഈ ഒരു ദേവാലയം എന്നുള്ളത്. നിലവിലുള്ള ദേവാലയം പണിയുന്ന സ്ഥലത്ത് സ്ഥലം വളരെ പരിമിതമായതിനാൽ പുതിയൊരു സ്ഥലത്താണ് ദേവാലയം പണിയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും പണിതുയർത്തേണ്ടതായിട്ടുള്ള ആവശ്യകത പിന്നീട് അനുഭവപ്പെട്ടു. ഇപ്പോൾ നിലവിലുള്ള പള്ളിമുറിയും കാര്യങ്ങളൊക്കെ 10-45 വർഷത്തോളം പഴക്കമുള്ളതാണ്. പള്ളിയോട് ചേർന്ന് പള്ളിമുറിയും പണിയേണ്ടതായിട്ടുള്ള ആവശ്യം വന്നു. അപ്പോൾ അതും ഏകദേശം ഇതിനോടുകൂടെ ചേർന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും നല്ല മനസ്സോടുകൂടെ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ട് അങ്ങനെയാണ് ഈ ഒരു ലേഖ്യ നിർമ്മാണം അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായതും. മനസ്സിന്റെ ഭാരങ്ങളെല്ലാം മായ്ക്കുന്ന പൊൻസ്നേഹമല്ലേ, ഹൃദയത്തിനാശ്വാസമേകും അലിവിന്റെ നിറരൂപമല്ലേ. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇടവകയിൽ സേവനമനുഷ്ഠിക്കാനായിട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യരെ എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമാണ്. ഈ പള്ളി പണിയുടെ ആവശ്യത്തിലേക്കായിട്ടുള്ള മരത്തിൻ്റെ പണികൾ അതെല്ലാം
ഇവിടെയുള്ള മനുഷ്യരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് എടുത്തത്. മരം മുറിക്കാൻ പോകുന്നതും മരം കാണാൻ പോകുന്നതും അത് വണ്ടിയിൽ കയറ്റുന്നതും അറക്കുന്നതും ഒക്കെ അതിൻ്റെ ഭാഗം തന്നെ. അങ്ങ് വളരെ ദൂരങ്ങളിലൊക്കെ പോയിട്ട് ഇപ്രകാരം ഞായറാഴ്ചകളിലൊക്കെ കണക്കാക്കി പുതുപ്പണിയൊക്കെ എടുത്ത് പോകാനൊക്കെ ആയിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും വലിയ അധ്വാനത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ഇപ്പം വലിയ അധ്വാനത്തിലൂടെയാണ് ഇവിടെ മനുഷ്യരെല്ലാം കടന്നു പോകുന്നത്. ചെറിയ പിള്ളേർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാ അവധിക്കാലത്തും ആക്രി ഉറക്കാനായിട്ട് പോകും. അതിലൂടെ കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കും. നമ്മുടെ അൾത്താര ബാലന്മാരുടെയൊക്കെ നേതൃത്വം അവർക്കും ഒരു ഫണ്ടുണ്ട്. നമ്മുടെ യുവജനങ്ങൾ അവരെല്ലാവരും കൂടെ ബിരിയാണി ചലഞ്ചും അതുപോലെ തന്നെ കുറിയടിച്ചും അതുപോലെ തന്നെ പണിയെടുത്തും ആക്രി വർക്കൊക്കെ അവർക്കും ഒരു ഫണ്ടുണ്ട്. അവരും കുറച്ച് ഫണ്ട് സ്വരൂപിക്കാനായിട്ട് ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിൽ കൊച്ചു കുട്ടികൾ വരുമ്പോൾ എല്ലാം ഞായറാഴ്ച ഒരു 10 രൂപ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അത് കൊണ്ടുവന്ന് നേർച്ചയിടും. എല്ലാവരും നിരനിരയായിട്ട് നിന്നിട്ട് അവരും നേർച്ചയിടാറുണ്ട്. പിന്നെ അമ്മമാരിപ്രകാരം അവരും ഫണ്ട് സ്വരൂപിക്കുന്നു. ചേട്ടന്മാരെല്ലാവരും അവരുടേതായിട്ടുള്ള അധ്വാനത്തിൻ്റെ വിഹിതം കൂലിപ്പണിയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ എല്ലാ ഞായറാഴ്ച ഒരു വിഹിതം കൊണ്ടുതരുന്നു. പിന്നെ അല്ലാത്തുള്ള എന്തൊരാവശ്യത്തിനും എല്ലാവരും ഒന്നേർന്ന് കൂടുതൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരുമ്പോൾ ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് പണിയെടുത്ത് ആ ഒരു വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി ആൾത്താര ഞങ്ങളൊരുക്കി യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ ഇവിടെ യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ ഇവിടെ. ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ബൈബിൾ എഴുത്തൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പിൻ്റെ അവസരത്തിലൊരു ബൈബിള് പ്രതിഷ്ഠിക്കാനുണ്ട് നമ്മുടെ അൾത്താരയിൽ. അപ്പോൾ അത് ആ പുസ്തകങ്ങളെല്ലാം എഴുതി തയ്യാറാക്കുന്ന നമ്മൾ തന്നെ കൈപ്പടയിൽ എഴുതി തയ്യാറാക്കാൻ വേണ്ടി 1.5-2 വർഷത്തോളമായിട്ട് ഇപ്പം എല്ലാവരും ബൈബിളിൻ്റെ എഴുത്തുപുരയിലാണ്. ഓരോരുത്തരും ഓരോ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി പണിയുന്നതോടനുബന്ധിച്ച് തന്നെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട്. അതിന് ഒരു വീട് പണിക്ക് എങ്ങനെയെങ്കിലും സഹായിക്കണം, വീടില്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് സഹായിച്ചു കൊടുക്കണം. അതിൻ്റെ പണി നമ്മളുടെ ഇടവകയിൽ നിന്നുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ എല്ലാവരുടെയും സഹകരണം, അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരം SCS കോളേജിൻ്റെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ പിന്നെ നാട്ടുകാരായിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പള്ളിയോടനുബന്ധിച്ച് തന്നെ ഒരു ഭവനവും നിർമ്മിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. ഇനിയിപ്പം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതും നിർമ്മിച്ച് കൊടുക്കും. അതും ഒരു വലിയ സന്തോഷമാണ്. നമ്മുടെ ലേഹ്യം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അമ്മമാരോട് ഓർക്കുമ്പോൾ അവരുടെ ജീവിതം ഓർക്കുമ്പോൾ ശരിക്കും സങ്കടമാണ് വരുന്നത്. കാരണം വലിയ ജോലി ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചു. എന്നാൽ ആഴ്ചയിൽ 5 ദിവസം പള്ളിയിലേക്ക് വരുവാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയത്ത് എല്ലാ പണികളും മാറ്റിവെച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പള്ളിയിലേക്ക് വരുന്ന ഞങ്ങൾക്ക് വീട്ടിലെ ജോലികളിലൊക്കെ എങ്ങനെ ചെയ്യും എല്ലാം. പക്ഷേ ഒന്നിനും ഒരു കുറവില്ലാതെ അവരതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു എങ്ങനെയെങ്കിലും ഒരു പള്ളി നിർമ്മിക്കണം, അതുപോലെ ഒരു പള്ളി പണിയണം, അതിൽ ഒരു വിശുദ്ധബലി അർപ്പിക്കണം. ഒരുപാട് പേര് മരിക്കാൻ നിൽക്കുകയാണ്. എങ്ങനെയാലും ഒന്ന് പള്ളി പണിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം മരിക്കണം എന്ന് പറഞ്ഞിട്ട് അകരെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അത്രയും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അത്രയും വലിയൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഒരുമിച്ച് എല്ലാവരും കഷ്ടപ്പെടുമ്പം വലിയ സന്തോഷം. എന്നാൽ അതിനുവേണ്ടി എല്ലാവരും അധ്വാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് പൂർത്തീകരിക്കും. ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി ആലയം ഉയർത്തി ദേവാലയം ഉയർത്തി ആൾത്താര ഞങ്ങളൊരുക്കി യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ ഇവിടെ യെരൂശലേമിൻ രാജകുമാര എഴുന്നള്ളേണമേ